യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാവരെയും എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ അനുഗ്രഹമായും സംരക്ഷണമായും ഒക്കെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഒക്കെ വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതറിയാൻ പറ്റും. ഒരാൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് അറിയാൻ പറ്റും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. നിങ്ങളെ ദൈവം കരുതട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ കുടുംബത്തിലെ, ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ ആത്മീയ കുടുംബത്തിലെ ഓരോരുത്തരും പ്രിയപ്പെട്ടവരാണ്, വിലപ്പെട്ടവരാണ്, ദൈവം തന്നവരാണ്. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് മാറുന്നത്, നന്മയായിട്ടാണ് മാറുന്നത്. സന്തോഷമായിട്ടിരിക്കാം. എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന 31 ദിവസം പ്രാർത്ഥിക്കാൻ, 33 ദിവസം പ്രാർത്ഥിക്കാനൊക്കെ നിയോഗം ലഭിച്ചവരുണ്ട്. അവരെയും ഞങ്ങൾ ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നവരെ, നിയോഗം സമർപ്പിച്ചവരെ പ്രത്യേകമായി ഓർക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പേര് പറഞ്ഞ ആരാധനയിൽ അവരെ ഓർക്കുവാണ്. നിങ്ങളെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, ഇന്നൊരു അനുഗ്രഹമുണ്ട്. ഞാൻ അധ്വാനിക്കേണ്ടതൊക്കെ അധ്വാനിച്ചു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്കൊന്നും ഉയരാൻ പറ്റുന്നില്ല, വിഷമമുള്ളവരുണ്ട്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കും. അതൊരു അടയാളമായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കും. ശ്രവിക്കാൻ ജനങ്ങൾ ചുറ്റും തിങ്ങിക്കൂടി. അന്നത്തെ കാലത്ത് 2-ാമത്തെ വാക്യം, 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. 3-ാമത്തെ വാക്യം, ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. അടുത്ത വാക്യം നോക്കിക്കേ, യേശു അതിൽ കയറി. യേശു ആ വള്ളത്തിൽ കയറി. അപ്പോൾ ആ വള്ളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സമ്പൽ സമൃദ്ധമായൊരവസ്ഥയായിരുന്നോ? അല്ല. നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ അറിയുള്ള വള്ളത്തിൽ കയറി എന്നല്ല, ഒന്നുമില്ലാതെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ആ വള്ളത്തിൽ യേശു കയറി. എന്നെ കേൾക്കുന്ന, ഈ വചനം ശ്രദ്ധിക്കുന്ന ആരൊക്കെയോ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലോ, സങ്കടത്തിലോ, നിരാശയിലോ, വേദനയിലോ, പ്രയാസത്തിലോ ഒക്കെയാണ്. കയ്പിനീര് പോലെ കടിച്ചിറക്കുന്ന സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്. വള്ളത്തിലല്ല, ഇന്ന് കയറുന്നത് നിങ്ങളുടെ ജീവിതത്തിലാണ്. ഇന്ന് യേശു കയറുന്നത് നിങ്ങളുടെ കുടുംബത്തിലാണ്. ഇന്ന് യേശു കയറുന്നത് നിങ്ങളുടെ രോഗമുള്ള ആ അവസ്ഥയിലേക്കാണ്. യേശു കയറി. അപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞു, അല്പം നീക്ക്. രാത്രി മുഴുവൻ പണിയെടുത്തു, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു മെച്ചമില്ല, ഒന്നും മിച്ചമില്ല. തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ഞങ്ങളുടേത്. ഇതല്ലേ പറഞ്ഞത്? പരാജയപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഞങ്ങളുടേത്. അധ്വാനിച്ചത് മിച്ചം, കഷ്ടപ്പെട്ടത് മിച്ചം. പറ്റുമ്പോലൊക്കെ പരിശ്രമിച്ചു, ശ്രമിക്കാൻ പറ്റുമ്പോലൊക്കെ ശ്രമിച്ചു, ഗുണമൊന്നുമില്ല, ഒരു മെച്ചവുമില്ല. തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇന്ന് ആരുണ്ട്? ആ അവസ്ഥയിൽ പത്രോസ് ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ തകർന്ന അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. തളർന്നു പോവല്ല്, വിഷമിച്ചു പോവല്ല്, പരാജയപ്പെട്ടു പോവല്ല്, മനസ്സും അടുത്തു പോവല്ല്. കേൾക്കടുത്ത വാക്യം. യേശു പറഞ്ഞു, 5-ാമത്തെ വാക്യം, ഒന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. എന്തനുസരിച്ച്? ദൈവവചനം അനുസരിച്ച്. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നു. മറന്നു പോവല്ല്. ദൈവവചനത്തിന് വില കൊടുത്തപ്പോൾ ആ വള്ളം നിറഞ്ഞോ? ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തകർച്ച മാറിയോ? സങ്കടം മാറിയോ എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. പത്രോസിലേക്ക് പറയുക, നിന്റെ വാക്കനുസരിച്ച് ഞാൻ അധ്വാനിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ജീവിതം തുടങ്ങുന്നവരാ. അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ്, ഒരു ചായ വെക്കുന്നതിന് മുമ്പ്, ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വചനം കേട്ട് അധ്വാനിക്കുമ്പോൾ അവിടെ ഒരു അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും.
പത്രോസ്ലീഹ പറഞ്ഞു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളൊരു പരാജയപ്പെട്ട നിലയിലാണ്, ഉറങ്ങാതെ അധ്വാനിച്ചു, ഒന്നും മെച്ചമില്ല, പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുവാണ്. യേശു പറഞ്ഞു, വലയിറക്ക്. ആ വചനത്തിന്, ആ വാക്കിന് വില കൊടുത്തപ്പോൾ ആ ജീവിതത്തിനും ആ അധ്വാനത്തിനും വിലയുള്ളതായി മാറി. ആ ജീവിതത്തിന് വിലയുള്ളതായി മാറി. നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കി. വായിച്ചു നോക്കൂ വചനം, 6-ാം വാക്യം. വളരെയേറെ മത്സ്യങ്ങളെ കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. ഇഷ്ടം പോലെ മറ്റു വള്ളക്കാർക്കും കൊടുക്കാൻ സമൃദ്ധി ഉണ്ടാകത്തക്ക വിധം ഒരു നിറവ് ആ വള്ളത്തിനകത്തുണ്ടായി. ഇന്ന് എന്താണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തത്? ചിലർ പറയും, ആ വള്ളത്തിനകത്ത് മീനായിരുന്നു ഇല്ലാത്ത. ഇന്ന് ചിലർ പറയും, എൻ്റെ വീട്ടിലൊരു സമാധാനമില്ല, എൻ്റെ കുടുംബത്തിനകത്തൊരു സ്വസ്ഥതയില്ല, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ല, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. എനിക്ക് പല കാര്യങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണോ നിങ്ങൾ ഇല്ല എന്നോർത്ത് വിഷമിക്കുന്നത്, അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ, ദൈവത്തിൻ്റെ വാക്കു കേട്ട് അധ്വാനിക്കുമ്പോൾ ആ ജീവിതം നിറയാൻ തുടങ്ങും. ആ ശൂന്യത മാറാൻ തുടങ്ങും. ആ പ്രതിസന്ധി മാറാൻ തുടങ്ങും. ആ വെല്ലുവിളി മാറാൻ തുടങ്ങും. ബുദ്ധി കൊണ്ട് മാറ്റാത്തത്, കഴിവ് കൊണ്ട് മാറാത്തത്, ശക്തി കൊണ്ട് മാറാത്തത്, സ്വാധീനം കൊണ്ട് മാറാത്തത് ദൈവം ഇടപെടുന്നതിലൂടെ മാറാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഒരാൾ അധ്വാനിക്കുമ്പോൾ അത് പഠനമായാലും ജീവിതമായാലും ബിസിനസ്സായാലും ശുശ്രൂഷയായാലും അത് നിറയാൻ തുടങ്ങും. അത് നിറയാൻ തുടങ്ങും. നിങ്ങൾ ജീവിതത്തെ നോക്കിയിട്ട് പറ, എൻ്റെ ജീവിതം എത്രയോ നാളുകളായി ഓരോ വചനം കേട്ട് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ആരംഭിക്കുന്നത്. അത് ശൂന്യമാകാനല്ല, അത് നിറയാൻ തുടങ്ങും. അതിനെ നിറയ്ക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. നിൻ്റെ ജീവിതത്തെ ദൈവം നിറയ്ക്കും, കുടുംബത്തെ ദൈവം നിറയ്ക്കും. ഇതൊക്കെ ചിലപ്പോൾ ആ വള്ളം നിറച്ചത് മീനിനെ കൊണ്ടാണെങ്കിൽ ഒരുപക്ഷെ നല്ല ജോലി തന്നായിരിക്കും ദൈവം നിൻ്റെ ജീവിതത്തെ നിറയ്ക്കുന്നത്. നല്ലൊരു കുടുംബജീവിതം തന്നായിരിക്കും അത് നിറയ്ക്കുന്നത്. നല്ലൊരു ശുശ്രൂഷ തന്നായിരിക്കും അത് ഇന്ന് നിറയ്ക്കുന്നത്. നിനക്ക് നല്ല ആരോഗ്യം നൽകിയായിരിക്കും അത് നിറയ്ക്കുന്നത്. നിനക്കൊരു സൗഖ്യം നൽകിയായിരിക്കും ആ നിറവ്, ആ ഒരു നിറവ് അവിടെ വരുന്നത്. ഒരുപക്ഷെ ഏത് കാര്യമാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിനകത്തൊരു നിറവാണ് വരാൻ പോകുന്നത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ വചനത്തിലൂടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ്. വ്യാഴാഴ്ച വൈകുന്നേരവും 5 മണി മുതൽ പ്രാർത്ഥനയുണ്ട്. ധാരാളം ആളുകൾ ഈ ഭാഗത്ത് വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്നുണ്ട്. അതൊരു അനുഗ്രഹം തന്നെയാണ്, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾക്കും ഈ വെള്ളിയാഴ്ച വരാൻ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്, വിളിച്ചു പറയാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചു പോകുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു നിറവായി, ഒരു നന്മയായി അത് വെളിപ്പെടാൻ തുടങ്ങട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന, ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ചവരെ ഞങ്ങൾ ഓർത്ത് ആ വചനത്തിൽ ജീവിതത്തെ കൊടുക്കുവാനും ഏറ്റവും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്ന ഒരു നല്ല സമയത്താണ് നാം ഉള്ളത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ആത്മാർത്ഥതയോടെ കേൾക്കുന്ന ഈ കുടുംബത്തെ, ഈ മാതാപിതാക്കളെ, ഈ യുവതി യുവാക്കളെ, ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കാരുണ്യം അവരുടെ മേലുണ്ടാകണമേ. അങ്ങയുടെ സംരക്ഷണം അവരുടെ മേലുണ്ടാകണമേ. ഇവരിലൂടെ അനേകം ആളുകൾ വചനം കേൾക്കുന്നുണ്ട്. ദൈവമേ, അങ്ങയുടെ വചനം ഈ ഭവനത്തിൽ നിന്ന് മുഴങ്ങുമ്പോൾ, ഈ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ ശബ്ദമെത്തുമ്പോൾ, ദൈവമേ, ഒരനുഗ്രഹം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രതീക്ഷയോടെ വചനം ശ്രദ്ധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇനിയുള്ള അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് നാം കേൾക്കുന്ന വചനം കാണിക്കുന്നത് വാടിയ മനസ്സ്, വാടിപ്പോയ മുഖം. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും വാടിയ മനസ്സ്, വാടിയ മുഖത്തോടെയൊക്കെ ഇരിക്കുന്നവരുണ്ടാകും. ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നത്.
ചില സംഭവങ്ങളാണ്, ചില ദുഃഖങ്ങളാണ്. ഇതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കുവാണ്. ഈ സമയത്ത് അവരുടെ വാടിയ മനസ്സും വാടിയ മുഖവും ഒക്കെ മാറാൻ യേശു അവരോടൊപ്പം ചേർന്ന് നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വചനമാണ് വായിച്ച് കേൾക്കുന്നത്. 15-ാമത്തെ വാക്യം, അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടൊപ്പം ദൈവം യാത്ര ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേകത, അത് നിങ്ങളുടെ ജീവിതം തെളിഞ്ഞ ആകാശം പോലെ, മഴക്കാറ് മാറി, ആ ഒരു പ്രതിസന്ധി മാറി, ആകാശം തെളിയുന്ന പോലെ ജീവിതം തെളിയുന്ന ഒരു സമയം നിനക്കുണ്ടാകാനാണ് ദൈവം, യേശു എൻ്റെ കൂടെ നിൽക്കുന്നത്, എൻ്റെ കൂടെ നടക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം, അവരോടൊപ്പം യാത്ര ചെയ്തു. ഇനി അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് 17-ാമത്തെ വാക്യം, അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവതരായിരുന്നു. വേദന, ടെൻഷൻ, പ്രയാസമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ മുഖവും സന്തോഷമൊക്കെ കെട്ടുപോകുന്നത്, മുഖം ദുഃഖത്താൽ നിറയുന്നത്. ആര് കണ്ടാലും നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, നിൻ്റെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ടല്ലോ, എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, എന്തോ ഒരു വിഷമമുണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു അവർ. അപ്പോൾ യേശു ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത്? ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ ജീവിതത്തെ നോക്കി യേശു ചോദിക്കൂ, എന്താ മുഖം വാടിയിരിക്കുന്നത്? എന്താ വിഷമിച്ചിരിക്കുന്നത്? യേശു എന്താണെന്നറിയുന്ന ഈ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത്, നിങ്ങളുടെ മുഖം വാടാൻ, നിങ്ങളുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറയാൻ കാരണമായ സംഭവത്തെ മാറ്റാനാണ്, കാരണമായ വിഷയത്തെ മാറ്റി അനുഗ്രഹം അവിടെ കൊണ്ടുവരാനാണ്. യേശു ചോദിച്ചു, എന്താ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ ഉടനെ പറഞ്ഞു, 18-ാമത്തെ വാക്യം, അവരിൽ ക്ലെയോപ്പാസ് എന്ന് പേരുള്ളവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? അപ്പോൾ എന്തോ ഒരു സംഭവമാണ്. ആ ഒരു സംഭവം വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആ സംഭവം അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയില്ലാതാക്കി, സന്തോഷമില്ലാതാക്കി. മുഖത്തിൻ്റെ സന്തോഷം പോയി, മനസ്സ് വാടിപ്പോയി, മുഖം വാടിപ്പോയി. ആ സംഭവം ഇന്ന് ഏത് സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്? ഏത് സംഭവമാണ് നിങ്ങളുടെ ജീവിതത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അടുത്തൊരു കാര്യം, 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 21-ാമത്തെ വാക്യം, ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ യേശുവാണെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നത്. ആ സംഭവമാണ് അവരെ വേദനിപ്പിച്ചത്. ഈ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ അവിടെ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതവും ചിന്തിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പലതും ജീവിതത്തിൽ കയറി വന്നത്. പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോയത്. സാരമില്ല, ദൈവത്തിൻ്റെ അത്ഭുതകരം നിൻ്റെ കൂടെ ഉണ്ട്. ദൈവം ഇന്ന് നിൻ്റെ കൂടെ നിൽക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നതെങ്കിലും അവിടെ ദൈവം നിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നിൻ്റെ ജീവിതം അനുഗ്രഹം ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ മുഖത്തിൻ്റെ ദുഃഖം മാത്രമല്ല, മനസ്സിൻ്റെ പ്രയാസം മാത്രമല്ല, ജീവിതത്തിൻ്റെ സകല കഷ്ടതകളെയും മാറ്റി വിമോചിപ്പിക്കാൻ ദൈവം ഇന്ന് നിൻ്റെ കൂടെ നിൽക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് വചനം കേൾക്കുമ്പോൾ ഓർക്കുക, ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു, എൻ്റെ കുടുംബത്തോടു കൂടെ നിൽക്കുന്നു, എൻ്റെ തലമുറയോടുകൂടെ നിൽക്കുന്നു. എന്തിന്? ഇന്നുവരെ സംഭവിച്ചത് പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യമായാലും ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നത് അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചു കയറ്റാനാണ്, ഒരു പുതിയ ജീവിതത്തിലേക്ക് കയറ്റാനാണ്, ഒരു നന്മ നിനക്ക് ഒരുക്കിത്തരാനാണ്. ഹല്ലേലൂയ. ഈ വചനം വായിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. യേശുവിനെക്കുറിച്ചാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. അവർ ക്ലെയോപ്പാസ് പറയുന്നത്, യേശു വിമോചകനായി ഞങ്ങൾ വിചാരിച്ച ആളാണ്. കുരിശ് തറയ്ക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, കൊല്ലുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, കല്ലറയിൽ അടക്കം ചെയ്യും, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പ്രതീക്ഷിച്ചതൊന്നുമല്ല ജീവിതത്തിൽ വന്നത്.
പക്ഷെ ഉയർത്തെഴുന്നേറ്റ് യേശു അവരുടെ കൂടെ നിന്നത് അവരുടെ ആ അവസ്ഥയിൽ നിന്ന്, അവരുടെ മനസ്സിൻ്റെ ആ പ്രയാസത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് അവരെ അനുഗ്രഹത്തിൽ, പ്രതീക്ഷയിൽ എത്തിക്കാനാണ്. പ്രതീക്ഷിച്ചത് നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. പ്രതീക്ഷ മാറിക്കഴിഞ്ഞാൽ അന്നേരം ആ സ്ഥാനത്ത് നിരാശ വരും. നിരാശ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ കാരണമാകും. നമ്മുടെ ജീവിതം നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. അതിനെ മാറ്റാൻ ദൈവം മനസ്സാകുന്നൊരു സമയമായെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിലും ഈ വചനം വായിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ പ്രതീക്ഷിച്ചതല്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടന്നത്. പ്രതീക്ഷിക്കാത്ത എത്രയോ കാര്യങ്ങളും അനിഷ്ട സംഭവങ്ങളും ആ ജീവിതത്തിൽ വന്നത്. ഞാൻ പ്രതീക്ഷിച്ചതൊന്ന്, ലഭിച്ചത് വേറൊന്ന്. ഞാൻ പ്ലാൻ ചെയ്തതൊന്ന്, എന്നാൽ നടന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ആ ജീവിതത്തിൽ വന്നത്. ആകെ പ്രയാസമുണ്ട്. യേശു നിൻ്റെ അടുത്തുണ്ട്, നിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തു നിൻ്റെ ജീവിതത്തെ മാറ്റാൻ, പ്രതീക്ഷയ്ക്കൊത്തു നിൻ്റെ അവസ്ഥ മാറ്റാൻ. നിൻ്റെ പ്രതീക്ഷ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് നിന്നെ എത്തിക്കാൻ യേശു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കുടുംബത്തോടു കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തോടു കൂടെയുണ്ട്, എൻ്റെ മക്കളോട് കൂടെയുണ്ട്. അത് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ പ്രാർത്ഥനകൾ ആരംഭിക്കും. വിശുദ്ധ കുർബാന സമർപ്പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുള്ള ആരാധനയെല്ലാം നടക്കുന്ന സമയത്ത് നമുക്കിന്നും നാളെയുമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും സാധ്യമെങ്കിൽ ഒരുമിച്ച് കൂടാം. ദൂരെ നിന്നുള്ളവർക്ക് വരാം, സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാളൊപ്പം പ്രധാനമുള്ളൊരു കാര്യം പറയട്ടെ. ഒരു വാക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കുകയാണ്. ഒക്ടോബർ മാസം 1 മുതലുള്ള നിയോഗ പ്രാർത്ഥനയെ ദൈവകരങ്ങളിൽ കൊടുത്ത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കൂടെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഒക്ടോബർ മാസം 1 മുതൽ ഞങ്ങൾ നടത്തുന്ന നിയോഗ പ്രാർത്ഥനയെ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഒരു വർഷം തികയുമ്പോൾ ഈ വർഷം ഈ ആലയത്തിൽ വരുന്നവരും ഓൺലൈനിലൂടെയും അല്ലാതെയും നിയോഗ പ്രാർത്ഥന പങ്കെടുക്കുന്നവരെയും അങ്ങ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അത്ഭുത പ്രവൃത്തികളാലും അവരെ അനുഗ്രഹിക്കണമേ. ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. ഇന്നു കേൾക്കുന്നതിനേക്കാൾ 4 ഇരട്ടി ആളുകൾ ദൈവവചനം കേട്ട് അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ ഇടയാക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്നോട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ സംഭവിച്ചതെങ്കിലും യേശു നിൻ്റെ കൂടെ നിൽക്കുന്നത് നിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തു നിൻ്റെ ജീവിതത്തെ വളർത്താനും ഉയർത്താനുമാണ്. ദൈവം നിന്നെ സഹായിക്കട്ടെ. എല്ലാവിധ അപകടങ്ങൾ മാറിപ്പോകട്ടെ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ, അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ. ദൈവം നൽകുന്ന സമ്പത്തും അനുഗ്രഹവും ഐശ്വര്യവും എന്നും അനുഭവിക്കാനുള്ള ദൈവഭാഗ്യം നിനക്കുണ്ടാകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഉണ്ടാകട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം അനുവദിച്ചു തരുന്നത് നിൻ്റെ ജീവിതത്തിനകത്ത് വർദ്ധിച്ചു വരട്ടെ. ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് അടുത്ത ദൂരെ നിന്ന് കേൾക്കുന്ന ആളായിരിക്കാം. സാധ്യമെങ്കിൽ നാളെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സഹായം അനുഭവിക്കാൻ കഴിയട്ടെ. നാളെ നമുക്ക് 5:30 ഒരുമിച്ച് കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.